പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം വിജയ്ക്ക് ടോക്സിക് ഫാൻസ് കുറവാണെന്ന് തോന്നുന്നു. ഐ മീൻ തമിഴില് ടോക്സിക് ഫാൻസ് കുറവാണെന്ന് തോന്നുന്നു നമ്മുടെ മലയാളത്തിൽ വെച്ച് നോക്കുമ്പോൾ. ഇപ്പോ വേറൊരു ആക്ടറിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഫാൻസ് ടൈപ്പ് ഇല്ലേ? അത് പിന്നെ തമിഴ്നാട്ടിൽ അങ്ങനെ പൊതുവെ ഫാൻ ഫൈറ്റ് നടക്കുന്നുണ്ട്, പക്ഷെ അവരെല്ലാരും അക്സെപ്റ്റ് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരുടെ സിനിമ. ഞാൻ ഇവിടെ തന്നെ സൂര്യ വിജയ് ഫാൻ ഫൈറ്റ് ലൈക്ക് ഗംഗു ഇറങ്ങി അങ്ങനത്തെ റെട്രോ ഒക്കെ ഇറങ്ങിയപ്പം നമ്മൾ ഒബ്വിയസ്ലി ഒരു ഡിസ്കഷൻ ഉണ്ടാവുമല്ലോ. സൂര്യയുടെ അടുപ്പിച്ച് 2 തിയേറ്റർ മൂവീസ് വന്നു, കുറച്ച് ഫ്ലോപ്പായ ഒരു രീതിക്കാണല്ലോ. അപ്പോൾ ഇങ്ങനെ പോസ്റ്ററിലൊക്കെ കാണുമ്പോൾ ഫാൻ ഫൈറ്റിൽ ഭയങ്കര മോശമായുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ചീത്തവിളിയും അങ്ങനത്തെ ടൈപ്പൊക്കെ കണ്ടേക്കണേ. പക്ഷെ തമിഴിൽ എനിക്ക് തോന്നില്ല അങ്ങനത്തെ ഒരു മെന്റാലിറ്റി. നമ്മൾ അറിയാത്തതുകൊണ്ടും ആവാം, അവിടെ ഉണ്ടാവാം, പക്ഷെ കുറവായിരിക്കാം ചിലപ്പോ. പിന്നെ അവരുടെ വേറൊരു കൾച്ചറാണ്, അവരെല്ലാരും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അവിടെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, പക്ഷെ അവർക്ക് ഒബ്സഷൻ കൂടുതലാണ്, ലൈക്ക് മരിക്കാൻ പോലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഇപ്പൊ വിജയുടെയും സൂര്യയുടെയും ശരിയാ. കാരണം ഇപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം, 2K കിഡ്സ് പഴയ മൂവീസ് കാണണം, എന്നാലും തന്നെ നമുക്ക് കുറെ അറിയാത്തൊരു കാര്യങ്ങള് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇച്ചിരിയും കൂടെ മൂവീസിനെ പറ്റി അറിയാൻ വേണ്ടിട്ട് അവരുടെ പഴയ ഇപ്പൊ ആക്ടറിനെ പറ്റി അറിയാനാണെങ്കിലും പഴയ മൂവീസ് കണ്ടാലാണ് ശരിക്കും. ഒരു കാര്യം കൂടി പറയാൻ പറ്റേ, ഇപ്പൊ ഗോട്ട് സിനിമയിൽ വില്ലനായിട്ട് വന്ന ആള് അറിയോ അതാരാന്നുള്ളത്? ഒരു വില്ലനായിട്ട് വന്ന, ഞാൻ ആദ്യമായിട്ടാണ് ആ മൂവിയിലെ ആളെ കാണുന്നത്. ഞാൻ ആ സിനിമ ഇവിടെ കാണുമ്പോ അടുത്തിരിക്കുന്ന കുറച്ച് ഇന്നത്തെ 2K കിഡ്സ് അവർ പറഞ്ഞത് ഏതോ ഒരു തെലുങ്ക് നടനാ തോന്നുന്നു എന്ന രീതിയിലേക്കാണ്. മോഹൻ എന്ന് പറയുന്ന നടന ഒരു കാലത്ത് അവിടുത്തെ സൂപ്പർ സ്റ്റാർ ആണ് തമിഴിലെ. അത് എനിക്കൂടെ മോഹന് സിൽവർ ജൂബിലി മോഹൻ എന്നൊക്കെ, അതായത് എല്ലാ സിനിമയും 175 ദിവസം 200 ദിവസം ഓടുന്ന ആളാണ്. നമ്മളിപ്പോ ഇളയനില എന്ന് പറഞ്ഞ പാട്ടൊക്കെ മോഹന്റെ സിനിമയിലാണ്. 80s സ്റ്റാർ ആണ്. അന്ന് കമൽഹാസൻ കഴിഞ്ഞാൽ ഒരു റൊമാൻറ്റിക് ഹീറോ എന്ന് നിന്നിരുന്ന സ്റ്റാർ ആണ്. ആ സ്റ്റാർ ആണ് ഇതില് വില്ലനായിട്ട് വന്നത്. മനസ്സിലാവില്ല. അതേപോലെ ഈ ഗോട്ട് സിനിമ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചതിന്റെ വേറൊരു കാര്യം, ഇപ്പോൾ നമ്മളിപ്പോൾ ഗോട്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാം, അതിൽ ഒരു ഫ്രെയിമിൽ ആ ഒരു പാട്ട് സീനിൽ ഒരു ഫ്രെയിമിലും അല്ലാത്ത ഫ്രെയിമിലും വിജയ്, പ്രഭുദേവ, പ്രശാന്ത്, പിന്നെ അജ്മൽ ഉണ്ട്. വിജയും പ്രഭുദേവയും പ്രശാന്തും ഒരു 90s 3 സ്റ്റാർസാണ് ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ വന്നത്. ഇതേപോലെ ക്ലൈമാക്സിൽ വിജയ്, വില്ലൻ മോഹൻ, ശിവകാർത്തികൻ, അതായത് 80s സൂപ്പർ സ്റ്റാർ, ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ വിജയ്, അപ്കമിങ് സൂപ്പർ സ്റ്റാർ ശിവകാർത്തികൻ, ഇവര് 3 പേരും ഒരു ഫ്രെയിമിൽ. ഇതാണ് അവിടെ ഭയങ്കര സെലിബ്രിറ്റി. അതൊന്നും ഇവിടെ അത്ര പേർക്ക് അറിയില്ല, മനസ്സിലായിട്ടില്ല. ഇവിടെ അങ്ങനെ കയ്യടികൾ വന്നില്ല, പക്ഷെ അവിടെ അതിൽ പല ഡയലോഗുകൾക്കും കയ്യടികൾ വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ സിനിമകളൊന്നും കണ്ടുനോക്കണം, കാരണം ഇത് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഈ സിനിമകളെ പറ്റിയിട്ടൊക്കെ അറിയുന്നത്. ഇതിൽ മിക്ക സിനിമയും യൂട്യൂബിലുണ്ട്. ഞാൻ പറഞ്ഞു ചിലത് OTTs മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലതൊക്കെ ഒരുവിധം എല്ലാം യൂട്യൂബിൽ നല്ല, എനിക്കൊണ്ട് നല്ല മാസ്റ്റർ പ്രിന്റ് ഉണ്ട് എല്ലാത്തിന്റെയും. അപ്പൊ യൂട്യൂബിൽ തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാനും ശരിയാ, ഞങ്ങളുടെ ജനറേഷന് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ എന്തായാലും കാണാം.